മുത്ത് അജറ ദൂതർ ഇബ്രാഹിം ആദര പൂവിന്റെ അഴകയും തങ്കപ്പൂ പൂനരി അജറ സഫർ മർവ കജയിലും ബീബി അജറ. കഴിഞ്ഞു അല്ലെ? നോമ്പ് നോറ്റിട്ടുള്ള ക്ഷീണമുണ്ട്, ടയർഡ് ആയതുകൊണ്ടുള്ള ഒരു പാട്ടാപ്പ അത് അല്ലെ? ഓക്കെ, ജൗഹർ അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. ഇന്ന് എത്രാമത്തെ നോമ്പാണെന്ന് അറിയുന്നവരൊക്കെ കൈപൊക്ക്. ഇന്ന് എത്രാമത്തെ നോമ്പാണ്? ജൗഹർ 25-ാമത്തെ. 25 ഇന്ന്. ഓക്കെ, മിൻഷ 24. 24. ഹിബ 26. 26. അപ്പൊ 3 വന്നു. 24 ഉണ്ട്, 25, 26. ഹസൻ 24. 24. ആഫിയ 21. നിങ്ങളൊന്ന് മറ്റതല്ല പറയണ്ട കേട്ടോ. നിങ്ങൾ മറ്റേ നോമ്പല്ല ചോദിച്ചത്. ഇപ്പൊ ഇന്ന് എത്രാമത്തെ നോമ്പാണ് എന്നാണ് ചോദിച്ചത്. ഷെഹസാദ് 24. 24. അലി 24. മഹഫൂസ് യുഎയിലാണെങ്കിൽ 25, ഇവിടെയാണെങ്കിൽ 24. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ. ഇനി ആരും പറയണ്ട. ഓക്കെ, ഇന്ന് എത്രാം രാവാണെന്ന് പറയാൻ പറ്റുമോ? എത്രാമത്തെ രാവാണ് എന്ന്? 25-ാമത്തെ. 25-ാമത്തെ. ജൗഹർ ഇന്ന് എത്രാം രാവാണ്? 26-ാമത്തെ. 26-ാം രാവ്. ഇവിടെ 25-ാം രാവ്. മിൻഷ എത്രാം രാവാ? 25. ഹസന് 25. 25. ഈ രാവ് മുഹമ്മദ് അലി 25. ഓക്കെ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ലൈലത്തുൽ ഖദർ കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ ഖദർ ഓതാൻ അറിയുന്നവരല്ലേ? അത് ഏത് രാവിലാണ് ആതിഫെ? ആതിഫെ 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ. ഉറപ്പാണോ? ഉറപ്പല്ല. ജൗഹറ ഏത് രാവിലാണ്? അവസാനത്തെ 10. അവസാനത്തെ 10-ലാണെന്ന് ഉറപ്പാണോ? അത് ഉറപ്പില്ല കേട്ടാ. അത് പ്രയോറിറ്റൈസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അവസാനത്തെ രാവിലെ ആകാനുള്ള സാധ്യത, കൂടുതൽ സാധ്യത, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. 10 റമദാനിലാണ് ലൈലത്തുൽ ഖദർ അല്ലേ? റമദാനിലെ ആ രാവ് അവസാനത്തെ 10-ലാവാനാണ് സാധ്യത എന്നാണ്. എന്ന് വെച്ചാ അതിന്റെ അർത്ഥം അവസാന 10-ലാണെന്നാണോ? അല്ല, ആദ്യത്തെ 10-ലാകാം, രണ്ടാമത്തെ 10-ലാവാം, മൂന്നാമത്തെ 10-ലാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ 10-ലാണ് മെജോറിറ്റി ആളുകളും പണ്ഡിതന്മാരും ഒക്കെ വെച്ചിട്ടുള്ളത്. ശരി, ഇനി മൂന്നാമത്തെ 10 എന്നാണ് ലൈലത്തുൽ ഖദർ? എന്താണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത ഇഷാനെ? ക്വസ്റ്റ്യന്റെ ആൻസർ പറയൂ. ആൻസർ അറിയില്ല എങ്കിൽ ക്വസ്റ്റ്യൻ പറയൂ. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താണ്? അറിയില്ല. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത ഇഷാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ, ഇഷാനെ നോമ്പ് നോൽക്കുന്ന ഒരാൾ, റമദാനിൽ നോമ്പ് നോൽക്കുന്ന ആൾ, തറാവീഹ് നിസ്കരിക്കുന്ന ആള്, എന്നിട്ട് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത അറിയില്ല എന്ന് പറഞ്ഞാൽ ആതിഫ് 1000 മാസത്തിനും കാട്ടിയും അൽഫി ഷഹർ തനസ്സലുൽ മലായികതു എന്ന് പറഞ്ഞേ.
ലൈലത്തുൽ തനസ്സലുൽ ഖദറിലെ മലായിക്കത്തു. ബാക്കി നീ അത് ബാക്കി സൂറത്തുൽ അറിയില്ല. ഖദർ അറിയില്ലേ? ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദർ അറിയില്ലേ? ആ അറിയോ ഇല്ലയെന്ന് പറ. ഇല്ലാന്ന് പറ. ഇല്ല. ആർക്കൊക്കെ അറിയാം സൂറത്തുൽ ഖദർ? ഹംദാൻ ഒന്ന് ഓതി. بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഖൈറും മിൻ അൽഫി ഷഹർ അല്ലെ? 1000 മാസത്തേക്കാൾ പുണ്യമുള്ള എന്ന് പറഞ്ഞ അല്ലെ? അപ്പോ റമദാനിലെ അവസാനത്തെ 10 കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്തിട്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അപ്പോ ഒരു ക്വസ്റ്റ്യൻ, കേരളത്തിലെ 24ാമത്തെ നോമ്പാണ് ഇന്ന്, ശരിയല്ലേ? ആർക്കെങ്കിലും ഓപ്പോസിറ്റ് അഭിപ്രായം ഉണ്ടോ? കേരളത്തിൽ 24ാമത്തെ നോമ്പാണ് ഇന്ന്. എന്നാൽ യുഎഇയില് ഇന്ന് 25ാമത്തെ നോമ്പാണ്. അങ്ങനെയാണെങ്കിൽ യുഎഇയിലെ ഇന്നത്തെ രാവ് ഏതാണ്? നൈറ്റ് ഏതാണ്? സേറ 26ാം രാവാണ്. എങ്കിൽ കേരളത്തിലെ രാവ് എത്രയാണ്? ജാൻ 27. ജാനെ തെറ്റിപ്പോയി, ചെറുതായിട്ട് എവിടെയോ തെറ്റിപ്പോയി. മുഹമ്മദ് അലി 25. 25. ഇന്ന് 25ാം രാവാണ് കേരളത്തിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒറ്റയായ രാവിലാണ് ലൈലത്തുൽ ഖദർന്ന്? അപ്പൊ യുഎഇയിലാണോ, യുഎഇയിൽ ഒറ്റയായ രാവിലാണോ, കേരളത്തിൽ ഒറ്റയായ രാവാണോ? അപ്പൊ വീണ്ടും കൺഫ്യൂഷനായി അല്ലെ? ലോകത്ത് 2 രാവ് വരുമോ? ഒരു രാവ് എന്നല്ലേ ഖുറാനിൽ പറഞ്ഞത്? അപ്പോ കേരളത്തിലെ രാത്രിയാണോ യുഎഇയിലെ രാത്രി? അല്ലേ? സീറ പറയും, ആണോ അല്ലേ? അല്ല. കേരളത്തില് പകലാവുമ്പോ യുഎഇയില് രാത്രിയാണോ? അമേരിക്ക പോലെ രാത്രി തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മൾ കേരളത്തിലെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ മെഹ്ഫൂസ് എന്ന് വിചാരിച്ചു 25ാം രാവാണ് എന്ന് വിചാരിച്ചിട്ട് മെഹ്ഫൂസ് എന്ത് ചെയ്ത് നന്നായിട്ട് പിന്നെ നിസ്കരിച്ച് ഖുർആൻ ഓതി രാത്രി മുഴുവനും ഹയാത്താക്കിയിട്ട് ദിക്റുകളും പ്രാർത്ഥനകളും സദഖയൊക്കെ ആയിട്ട് രാത്രി മുഴുവനും എന്ത് ചെയ്ത് സ്പെൻഡ് ചെയ്ത്. ബട്ട് നാളെ ആയിരുന്നുവെങ്കിലോ? അപ്പൊ ഇതിലുള്ള തമാശ എന്താന്ന് വെച്ചാൽ 27ാം രാവ്, 21ാം രാവ്, 25ാം രാവ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എല്ലാം കൺഫ്യൂഷൻ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ? അതെന്തിനായിരിക്കും ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കിയത്? ഒറ്റയായ രാവാണ്, ചിലപ്പോ അവസാനത്തെ 10-ലായിരിക്കും. ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കിയത് എന്തിനായിരിക്കും? ഒരു ദിവസം മാത്രം നോമ്പും നിസ്കാരവും ഒക്കെ ചെയ്യാണ്ട് എല്ലാ ദിവസവും ചെയ്യാം. എല്ലാ ദിവസവും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒറ്റയായ രാവ്, ഇരട്ടയായ രാവ് എന്നൊന്നും വെക്കണ്ട. ഇനിയുള്ള എല്ലാ രാത്രികളിലും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. പരമാവധി ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ടോട്ടൽ സമ്മറി, ഈ കഴിഞ്ഞ എല്ലാ നസീഹത്ത് ക്ലാസ്സിലും പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഈ റമദാനിലെ എല്ലാ നസീഹത്ത് ക്ലാസ്സിലും പങ്കെടുത്തവരാരെങ്കിലും ഉണ്ടോ അതില്? ഇല്ല. പങ്കെടുത്ത നസീഹത്ത് ക്ലാസ്സുകളിൽ ഏതെങ്കിലും ക്ലാസ്സിൽ വെച്ച എന്തെങ്കിലും ഡിസ്കഷനിൽ മനസ്സിലായ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും കൈബുക്ക്? ജവഹർ പറഞ്ഞു. ഓരോരുത്തരും ഒരു കാര്യം പറയണേ. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വെച്ച് ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം. മയ്യത്ത് നിസ്കാരം. മയ്യത്ത് നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രയോറിറ്റി, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു. ഹസൻ ഉസ്താദ്, റമദാൻ ആയാല് മറ്റേ വായന നാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ?
നാവിനെ സൂക്ഷിക്കുക അല്ലെ. നാവ് കൊണ്ട് ബളബള എന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ ഗീബത്ത് പറഞ്ഞിരിക്കാതെ, നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാതെ, ചൂടായാലൊക്കെ നോമ്പ് മുറി എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഷെസാനെ ഒബ്സഷനാ എന്ത്? ഒബ്സസ് മറ്റേ ഒരു ഗെയിം എല്ലാം കളിച്ച ഇങ്ങനെ മറ്റേ അതിങ്ങനെ അഡിക്ഷൻ അല്ലേ പറഞ്ഞേ? ആ ഗെയിമിന്റെ അഡിക്ഷനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ. ഗെയിം അങ്ങ് കളിച്ചുകൂടരുത്. ഗെയിം കളിക്കുക, പക്ഷെ കളിച്ചുകൂടരുത്, ഒരുപാട് കളിച്ച് ഭ്രാന്താകരുത്. സൽമാന് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാവുന്നു? പ്രോബ്ലം സൊല്യൂഷൻ. പക്ഷെ അത് നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തില്ല. റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കാര്യമായിട്ട് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി തന്നെ നമുക്കുണ്ട്. ഇൻഷാ അല്ലാ അത് നമുക്ക് റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ആലി, ഫാത്തിഹയുടെ മീനിങ് അലി കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫാത്തിഹയുടെ മീനിങ് ആയിരുന്നു 5 ദിവസം ക്ലാസ് എടുത്തത്. ഫാത്തിഹയുടെ മീനിങ്ങും അതിന്റെ തഫ്സീറും അതിന്റെ വ്യാഖ്യാനവും ഒക്കെ പറഞ്ഞിരുന്നു. സേറ എങ്ങനെ? നന്മയും തിന്മയും മനസ്സിലാക്കുക. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഒരാൾ മരിച്ചാൽ എന്താ ഉണ്ടാവുക? ഒരാൾ മരിച്ച ശേഷം അയാൾക്ക് സംഭവിക്കുന്നത്, അയാളുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും, ആത്മാവിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. നാസിൻ, ഒരു മുസ്ലിമിന്റെ 6 കടമകൾ. 6 കടമകൾ അല്ലെങ്കിൽ 5 കടമ. ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം ഖംസ് റദ്ദുസ്സലാം വഇയാദത്തുൽ മരീദ്. ഹദീസ് ബേസ് ചെയ്തിട്ട്. മഹ്ഫൂസ്, ബക്കറിന്റെ ആയത്ത്. ബഖറയിലെ ആദ്യ 5 ആയത്തിന്റെ പരിഭാഷ. ദിയ ഫാത്തിമ. സ്വർഗത്തിൽ എന്തുണ്ട്, നരകത്തിൽ എന്തുണ്ട് എന്നുള്ള കാര്യം. നഷ്വ, ഇസ്ലാം എന്താണ്, മുസ്ലിം എന്താണ്? എന്താണ് ഇസ്ലാം, വാട്ട് ഈസ് ഇസ്ലാം, വൈ ഈസ് ഇസ്ലാം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ആരാണ് മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാവണം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ജൗഹർ, 5 ലോകങ്ങൾ. 5 അല്ല, 7 ലോകങ്ങൾ അല്ലെ. 5 ലോകം എത്തിയുള്ളൂ. നമ്മള് പറഞ്ഞു ഇങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നോ. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് റമദാൻ കഴിഞ്ഞിട്ടുള്ള സെഷൻ ആക്കി വെക്കാം. ആഫിയ, ഉപ്പാന്റെ കാര്യം ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഉപ്പ പ്രയോറിറ്റൈസ്. എല്ലായിടത്തും ഉമ്മ മാത്രമാണ് വലിയ കാര്യമായിട്ട് പറയാ. ഉപ്പാന്റെ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും അറിയില്ല. പേര് ആദം അലൈഹിസ്സലാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളത് തന്നെ മാഷാ അല്ലാ അൽഹംദുലില്ലാ, അള്ളാഹു ഇത് ഉപകാരപ്പെടുന്ന ഒരു മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 2 ദിവസം ക്ലാസ് ഇല്ലായിരുന്നു. ഞാൻ രാജ്യത്തിന്റെ പുറത്തു പോയി വന്നു. അപ്പോ ആ 2 ദിവസത്തിന് മുമ്പത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തേ പറഞ്ഞത്? ഉപ്പാനെ പറ്റി പറഞ്ഞതാണോ അവസാനം ലാസ്റ്റ് പറഞ്ഞത്? നിങ്ങൾ ഓർക്കണുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സേറ ഉപ്പാനെ പറ്റി, റിസ്വാൻ എന്തിനെ പറ്റി? എന്തിനെ പറ്റിയടാ റിസ്വാന്? ഫോൺ ഒരു സ്ഥലത്ത് സ്റ്റില്ലായിട്ട് വെക്കടാ, ഫോണ് കയ്യിൽ പിടിക്കല്ലേ. ഓക്കെ ഓക്കെ ശരി. ഇന്ന് എന്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ള ടോപ്പിക് എല്ലാരും പറഞ്ഞേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് പറ. സൽമാൻ, ഗെയിമിനെ കുറിച്ച്. ഗെയിമിനെ പറ്റിയാ? ഗെയിമിനെ പറ്റിയല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഇഷാന്, അനീമനെ പറ്റി. ജൗഹർ, ഖിയാമുൽ ലൈൽ അതായത് രാത്രി നിസ്കാരത്തെ പറ്റി. മഹ്ഫൂസ്, യൂണിവേഴ്സിറ്റിയെ പറ്റിയാ? എല്ലാ ലോകത്തിന്റെയും യൂണിവേഴ്സ്, മഹാപ്രപഞ്ചത്തെ പറ്റി ഡിസ്കസ് ചെയ്യണം. മഹ്ഫൂസ് ചിന്തിക്കുന്ന ഫുള്ള് മേലോട്ടാണ് അല്ലെ. ആകാശലോകങ്ങളെ പറ്റിയും സ്റ്റാർസ്. ഓക്കെ, എന്താ ടോപ്പിക് ഡിസ്കസ് ചെയ്യേണ്ടത്? അറുവ,
ജഹാൻ, മിൻഹ ഫോണ് തിരിച്ചു വെക്ക്. അജാന് സോഷ്യൽ മീഡിയനെ കുറിച്ച്. സോഷ്യൽ മീഡിയനെ കുറിച്ച്. സെസാന് ലോകത്തിനെ കുറിച്ച്. ലോകത്തിനെ പറ്റി. ഹംദാന് ലോകാവസാനത്തിനെ ലോകാവസാനത്തെ പറ്റി. കുറെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. സാലിഫ് ജിന്നുകളുടെ കുറിച്ച്. ജിന്നുകളെ കുറിച്ച്. ഷെസാന് വീണ്ടും അടുത്ത വിഷയം പറയണം. ഉസ്താദ അവസാന നാളെ എന്നല്ലേ മറ്റേ കിയാമുല്ലയിൽ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ രാത്രി. ലൈൽ എന്ന് പറഞ്ഞാൽ അവസാന ഖിയാമുൽ ലൈലാണ്. ഖിയാമു നാളല്ല, ഖിയാമുൽ ലൈലാണ് രാത്രി. അവസാനത്തെ സമയം. ഹസൻ പിശാചിനെ പറ്റി. പിശാചിനെ പറ്റി. ഓക്കെ, കഴിഞ്ഞ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം പറയാനുണ്ടോ? മുഹമ്മദ് അലി. ഊഹത്തെ പറ്റി. ഏ ഊഹത്തെ പറ്റി. ഊഹം, ജഡ്ജ്മെന്റ്, അതാ പ്രീ ജഡ്ജ് ചെയ്യുക, പ്രെജുഡൈസ് ചെയ്യുക. വന്ന്. ഓക്കെ, കഴിഞ്ഞോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും? അവിടെ മഹ്ഫൂസ്. എന്താ പറയാ എന്താ ഒരു ഇസ്രായേൽ ഇല്ലെങ്കിൽ എന്താ ആവാൻ? മനസ്സിലായില്ല. ഈ സോൾ എടുക്കുന്ന ഏഞ്ചൽ ഇല്ലേ? മരിച്ച് നമ്മൾക്ക് മരണം ഇല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതാ. ഓക്കെ, ഇഷാന് രണ്ടെണ്ണം പറയാനുണ്ട്. പറഞ്ഞോ. ഇത് ഖബർ ശിക്ഷനെ പറ്റിയിട്ടും പിന്നെ AI ടെക്നോളജി അതിനൊക്കെ പറ്റിയിട്ടും. രണ്ട് എക്സ്ട്രീം ലെവലിലുള്ള ടോപ്പിക്കാണ്. ഒന്ന് ഖബർ ശിക്ഷ, രണ്ട് പിന്നെ ഖബർ ശിക്ഷനെ പറ്റി നിനക്കെന്താ അറിയാ? എനിക്ക് ഭയാനകാണ് എന്നറിയാ. ഖബർ ശിക്ഷ ഭയാനകമാണ്. ഓ, ജൗഹർ. കിയാമത്ത് നാളിൽ അള്ളാഹിനെ കാണാൻ പറ്റുമോ? ഖിയാമത്ത് നാളിലല്ലല്ലോ അള്ളാഹിനെ കാണല്. അള്ളാഹിനെ കാണല് എപ്പോഴാ? മഹ്ശർ കഴിഞ്ഞ് ഹിസാബിന്റെ സമയത്തല്ലേ, അല്ലെ? ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാല് എൻഡ് ഓഫ് ദി ഡേ ആണ്. അത് കാണാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും കഴിയൂല. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വീഡിയോ എടുക്കാനുള്ള നേരം ഉണ്ടാവില്ല. അപ്പൊ ഇതിന് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഷെസാന് സൂറോതുമ്പോ ഒന്നും നമ്മൾ ഒച്ചനെ കേൾക്കൂല, നമ്മൾ ഒച്ചയൊക്കെ ഉണ്ടാവില്ല, അല്ലെ? നമ്മളിപ്പോ ഇതിന് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. നമുക്ക് കാണാൻ കഴിയോ അറിയില്ല. മഹ്ഫൂസ്. ഈ എന്താ പറയാ അപ്പൊ എന്റെ ബുക്കിൽ ഒരു ദുആ ഉണ്ട്, യു വിൽ ഡെഫിനറ്റ്ലി സീ യുവർ റബ്ബ് ഇൻ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. കാണൂല എന്നല്ല പറഞ്ഞത്. അത് ഡേ ഓഫ് ജഡ്ജ്മെന്റും ഡേ ഓഫ് എൻഡും വേറെ വേറെയാണ്. നിങ്ങള് പിന്നെ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒന്നാന്ന് പറയാണ്, അങ്ങനെ പറയല്ലേ. സാറ്റർഡേ വേറെ, സൺഡേ വേറെ, മൺഡേ വേറെ, ഫ്രൈഡേ വേറെ, ഒക്കെ വേറെ വേറെയാണ് കേട്ടോ. ഖബറിലെ ജീവിതം വേറെ, പരലോക ജീവിതം വേറെ, ബർസഖി ജീവിതം വേറെ, പിന്നെ മഹ്ശറ വേറെ, ഒക്കെ വേറെ വേറെ. സ്വർഗം വേറെ, നരകം വേറെ, ഒക്കെ വേറെ വേറെ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഹസൻ. നരകശിക്ഷനെ പറ്റി. നരകശിക്ഷനെ പറ്റി. നരകശിക്ഷനെ പറ്റി നിനക്ക് എന്താ അറിയാ? നരകശിക്ഷ നരകം തീയാണുള്ളതാണ് അറിയാം. നരകം തീയാണോ? നരകം തീയാണോ? നരകം തീയാണോ? ഹോയ്, നരകം എന്ന് പറഞ്ഞാൽ തീയാണോ? ക്വസ്റ്റ്യൻ. ഇഷാൻ. നരകം തീയല്ല, പക്ഷെ നരകത്തിൽ തീയുണ്ട്. നരകത്തിൽ തീയുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇഷാനോട് തന്നെ വീണ്ടും. തീയില്ലാത്ത സ്ഥലം ഉണ്ടോ നരകത്തിൽ? ഇല്ല. ഉണ്ട്. നരകം എന്ന് പറഞ്ഞാല് നിങ്ങൾ വിചാരിച്ച പോലെ ഫുള്ള് ഒരു ഫയർ മാത്രമുള്ള സ്ഥലമല്ല, അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ചൂടുള്ള സ്ഥലങ്ങളുണ്ട്. ചെരുപ്പിന്റെ ഇപ്പൊ അബൂ താലിബിന് എന്താ പണിഷ്മെന്റ് കൊടുക്കുന്ന ചെരുപ്പ് തീ കൊണ്ടുള്ള ചെരുപ്പ് എന്നാണ്. അങ്ങനെയൊക്കെയുള്ള എല്ലാ പിന്നെ നരകത്തിന് പല തട്ടുകളുണ്ട്. അതിൽ തന്നെ അടിത്തട്ട് എന്ന് പറഞ്ഞ തട്ടുണ്ട്. അടിത്തട്ട് എന്ന് പറഞ്ഞാല് പിന്നെ കാഫിര്യങ്ങള്, മുശ്രിക്കുകള്, വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷയുണ്ട്. ഓക്കെ,
പക്ഷെ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ, വലിയ വലിയ ടോപ്പിക് അല്ലേ. എനിക്ക് വേണ്ടത് നിങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. കൂടുതൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് നിങ്ങൾ പറ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യണ്ട. കുട്ടികളെ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. ഹസൻ, അള്ളാഹുവിന് എങ്ങനെ നമ്മളെ ഉണ്ടാക്കാൻ തോന്നി? അത് അള്ളാഹ്ക്കല്ലടാ അറിയാം. നമുക്ക് എങ്ങനെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തന്നെ പറ്റുക? നമുക്ക് അറിയാം കുൻ ഫയക്കുൻ, കുൻ അള്ളാഹ് പറയേണ്ട, പക്ഷെ അതെല്ലാം ഉണ്ടായി അല്ലെ. അള്ളാഹ് ഉണ്ടാവാൻ ഇത് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അള്ളാഹ് പ്രതിനിധികളെ ഭൂമിയിൽ അയക്കണം തോന്നി, ഭൂമിയാണ് ആദ്യം ഉണ്ടാക്കിയത്, എന്നിട്ടാ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് അല്ലെ. ജൗഹർ, ഈ ലൗഹുൽ മഹ്ഫൂദ് ഉണ്ടോ? ലൗഹുൽ മഹ്ഫൂദ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ? ആ നിങ്ങള് ഒന്നെങ്കിൽ തിങ്ക് ചെയ്യണത് നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പിന്നെ വലിയ വലിയ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ തിങ്ക് ചെയ്യണത് അല്ലെ. ആലമുൽ അർവാഹ്, ലഹ്ഫുൽ മഹ്ഫൂദ് അല്ലെ. പിന്നെ പറഞ്ഞോ. അല്ല, ഈ ഞാൻ ആദ്യം പറഞ്ഞത് നോർമൽ അല്ലേ, ആ യൂണിവേഴ്സിനെല്ലാം പറ്റി. യൂണിവേഴ്സും അങ്ങനെയൊക്കെ നമുക്ക് ആകെ ഒരു 45 മിനിറ്റ് ഉള്ളത്. അതിങ്ങനെ വലിയ ഡെപ്ത് ഉള്ള കാര്യങ്ങളെ പറ്റി അഗാധമായ ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞാല് ചില കുട്ടികൾക്ക് ഇവിടുന്ന് അതൊന്നും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വിഷയമായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള വിഷയങ്ങൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരാൾ ചോദിക്കുകയാണ്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം കേട്ടോ, ഉറങ്ങേണ്ടത് എങ്ങനെയാണ്. അതിപ്പോ ആകാശ ലോകത്തെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയ വിഷയമൊന്നും അല്ലല്ലോ. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഉറങ്ങേണ്ടത് എങ്ങനെ ഇസ്ലാമികമായിട്ട്, ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരാൾക്ക് എങ്ങനെയൊക്കെ ഉറങ്ങാം? നിങ്ങൾ പറ. നിന്നുറങ്ങാം പറ്റൂലേ? പണ്ട് ഉറങ്ങണമല്ലുണ്ട്. ഇരുന്നുറങ്ങാം, കിടന്നുറങ്ങാം, വലത്തോട്ട് ചെരിഞ്ഞുറങ്ങാം, ഇടത്തോട്ട് ചെരിഞ്ഞുറങ്ങാം, നേരെ ആകാശം നോക്കി ഉറങ്ങാം, കമിഴ്ന്നുറങ്ങാം അല്ലേ. തലകുത്തനെ ഉറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി ഐറ്റംസ് ഒക്കെ ചെയ്യാം. നിങ്ങൾ എങ്ങനെയാ ഉറങ്ങല് ഒന്ന് പറഞ്ഞു നോക്കി. മെഹഫൂസ് എങ്ങനെയാടാ? സൈഡിൽ ഇങ്ങനെ റൈറ്റോ ലെഫ്റ്റോ? റൈറ്റ്. റൈറ്റിലോട്ട് ചെരിഞ്ഞിട്ടാണ് മെഹഫൂസ് ഉറങ്ങുക. ഇഷാന് ഞാൻ കമഴ്ന്ന് നടക്കും. കമിഴ്ന്ന് നടക്കുന്ന മൂക്കുത്തിട്ടോ? തല ഇങ്ങോട്ട് ചെരിക്കും, എന്നിട്ട് കമഴ്ന്ന് നടക്കും. കമിഴ്ന്ന് നടക്കും. ഓക്കെ. ജൗഹർ എങ്ങനെയാ? കുമ്പിട്ടിട്ട്. സുജൂദ് കേട്ടോ? കുമ്പിട്ടിട്ട്. കുമ്പിട്ട് പറഞ്ഞ എങ്ങനെ? മൂക്ക് അതിനാണ് കമിഴ്ന്ന് എടുക്കുക അതിന് പറയാം. നമ്മള് മനസ്സിലാവുന്ന ഒരു ഭാഷ കിട്ടാൻ വേണ്ടി പറയാട്ടെ, കമിഴ്ന്ന് കിടക്കുക. ഓക്കെ. അതായത് ചെസ്റ്റ് ബെഡിൽ വെച്ചിട്ട് കിടക്കുക, അതിനാണ് നമ്മൾ പറയാ. ഓക്കെ, റൈറ്റ്. ഹസന്? ഞാൻ കമന്ന് എടുക്കാ ചെയ്യാ, പക്ഷെ അടുത്തുള്ളവരെ എണീക്കുമ്പോ നിലത്തുണ്ടാവും. നീ ചവിട്ടുന്നുള്ളല്ലേ ഉറക്കത്തില്? ഓക്കെ. ഹംദാൻ? ഞാൻ കമിഴ്ത്തന്നെ കെടുക്കല്, പിന്നെ കുറച്ച് കൈയൊക്കെ ഇങ്ങനെ ഓക്കെ. ശരിക്ക് നിങ്ങൾ ഉറങ്ങുന്നത് രാത്രി ഉറങ്ങുന്നത് മുതൽ രാവിലെ വരെ ഈ 8 hours കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് അത് ഫാസ്റ്റ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടാവും? ഞാനവിടെ കുലിക്കത്തൊക്കെ കേൾക്കണം. അതായത് നിങ്ങൾ വിചാരിക്കുക ഒരൊറ്റ പൊസിഷനിലാണ് കിടന്നുണ്ടാവുക എന്ന്. പക്ഷേ നിങ്ങൾ പല പല പൊസിഷനിലേക്ക് മാറിയാണ് കിടന്നിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ. എന്നാൽ ചില ആൾക്കാർ വളരെ റെയർ ആയിട്ട്, വലിയ ആളുകൾ, കുട്ടികളല്ല, കുട്ടികൾ ഒരു സ്ഥലത്ത് കിടന്നാൽ രാവിലെ ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവില്ല. ചിലപ്പോൾ താഴൊക്കെ, കട്ടിന്റെ താഴൊക്കെ ഉണ്ടാവുന്നവരുണ്ട്. ചിലപ്പം ഈ ബെഡിന്റെ ഈ മൂലയിൽ കിടത്തിയാൽ അവിടെ ആ മൂലയിൽ പോയി കിടക്കണ്ടാവും. ചിലപ്പോൾ അപ്പുറത്തെ റൂമിലൊക്കെ പോയി ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഉറക്കത്തിൽ എണീറ്റ് നടക്കുക. അപ്പോ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട്. പിന്നെ അപ്പൊ ഈ സ്വഭാവം പിന്നെ വലിയ ആളുകളിൽ മാത്രമാണ് ഉണ്ടാവുക. നേരെ സ്ട്രൈറ്റ് ആയിട്ട് മയ്യത്ത് നിങ്ങൾ കിടത്തി കണ്ടിട്ടുണ്ടോ? മയ്യത്ത് കണ്ടിട്ടുണ്ടോ? മയ്യത്ത് കിടത്തിയ പോലെ ഉറങ്ങുക. മയ്യത്ത് എങ്ങനെയാണോ കിടത്തിയ, അയാൾ ആ കിടക്കണ അങ്ങനെ കിടന്ന പിന്നെ എണീക്കുമ്പോൾ അയാൾ എണീക്കുള്ളൂ. അതുവരെ മയ്യത്ത് പോലെ ഒരു അനക്കം ഇല്ലാതെ കിടന്നുറങ്ങുന്ന ആളുകൾ ഒരുപാടുണ്ട്. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ട് അങ്ങനെ? മയ്യത്ത് പോലെ, ചിലപ്പോൾ മയ്യത്ത് പൊച്ച പോലെ പതിച്ച് മൂടിയിട്ട് കിടക്കും. മുഖവും കാലും ഒക്കെ മൂടിയിട്ട് അങ്ങ് കിടക്കും. ഇഷാന്? വീട്ടിലല്ലേ, എന്റെ മൂത്താപ്പുണ്ട്.
കിടന്ന മാതിരി കിടക്കും. ശ്വാസം വലിക്കണ പോലും അറിയില്ല. അറിയില്ല. മരിച്ചണോന്ന് ചെസ്റ്റ് മേൽ തൊട്ട് നോക്കേണ്ടി വരും, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടോന്ന്. ഹസൻ. ഉപ്പ പക്ഷെ ശ്വാസം വലിക്കുന്ന ശ്വാസം നല്ല വലിക്കുന്നത് രസമുണ്ട്. കാണും. അത് വിഷയം വെറുതെ ഒരു രസത്തിന് പറഞ്ഞതായി, അങ്ങനൊന്നും ഉണ്ടാവില്ല. എന്നാലും അങ്ങനെ ആ അഷ്ഫാഖ്. അഷ്ഫാഖേ, എന്തിനാ റേസ് ചെയ്ത്? ഇവിടെ ശ്രദ്ധിക്ക്. മഹ്ഫൂസ്. ഉമ്മ. ആ ഓക്കെ, അങ്ങനെ ഉണ്ട് അല്ലെ, പലരും ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഉറങ്ങേണ്ടത്? ഉറക്കത്തിന്റെ സുന്നത്തുകളേവ, എങ്ങനെ ഉറങ്ങണം? ഞാനൊരു ടോപ്പിക് പറഞ്ഞു, ഇതുപോലത്തെ ടോപ്പിക്കാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയുള്ള സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ആ ഹംദാന്, എങ്ങനെ ഉറങ്ങണം? ശല്യപ്പെടുത്താത്ത രീതിയിൽ നമ്മളൊക്കെ എടുക്കണം, ഉറങ്ങുകയൊക്കെ ചെയ്യണം. അവനതിന്റെ മോറൽ സൈഡ് പറയാം, ബാക്കിയുള്ളവരെ ചവിട്ടിക്കൂട്ടാതെ അല്ലെ. ഫുട്ബോൾ പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ രാത്രി ഉറക്കത്തിൽ ഫുട്ബോൾ കളിക്കുന്നതും ഗോൾ അടിക്കുന്നതൊക്കെ കാണും അല്ലെ. ഗോൾ അടിക്കുന്നത് മറ്റേ ആളെ തല ബോളായിട്ട് വിചാരിച്ച് ചവിട്ടായിരിക്കും അല്ലെ. അങ്ങനെയൊക്കെ നടക്കും. അപ്പോ ഉറക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട നിങ്ങൾ പഠിച്ചിട്ടുള്ള സുന്നത്തുകൾ ഒന്ന് പറഞ്ഞേ. നാസിൻ. വലതുഭാഗം ചെരിഞ്ഞു കിടക്കണം. അതൊരു സുന്നത്തായിട്ട് വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക. ഇഷാൻ. ഓടി പോവാ, മൂത്രയിക്കുക, ബെഡിക്കടി ചാടുക. അല്ല, അത് നീ ചെയ്യുന്നതല്ല പറഞ്ഞത് അല്ലേ, നീ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. ഓക്കെ, ബാത്റൂം പോകുന്നത് നല്ലത് തന്നെയാണ്, ബെഡിൽ ഒഴിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് മൂത്രമൊഴിച്ചിട്ട് കിടക്കുന്നതാണ്, അല്ലെ ഉമ്മാർക്ക് പണി ഉണ്ടാവും. ഷെസാന്. അത് ഒരു ദുആ. ഏതാണ്? എനിക്കറിയില്ല, എന്തോ ഒരു ദുആ ഉണ്ട് അല്ലെ. ഷെസാന് പറയുന്ന വാക്കൊക്കെ എന്നാലും അവൻ പറഞ്ഞല്ലോ, ഉറങ്ങണതിന് മുമ്പ് ഒരു ദുആ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, അത് ചൊല്ലണം. ഞാൻ ചൊല്ലാറില്ല. ഓക്കെ, ശരിയല്ലേ ഷെസാന്? ഓക്കെ, ജൗഹർ. ഒതു എടുത്തിട്ട് ദുആ ചൊല്ലാൻ. നിങ്ങള് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം കിട്ടാത്തവരൊക്കെ കൈപൊക്കി. കുറെ കാരണങ്ങളുണ്ട് അതിന് അല്ലെ. കാരണങ്ങൾ അറിയുന്നവരൊന്ന് പറയാം. ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കാൻ കിട്ടണില്ല, കാരണങ്ങൾ, റീസൺസ്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഫിസിക്കലായിട്ട്, മെന്റലായിട്ട്, ഇന്റലക്ച്വലായിട്ട് പല റീസൺസ് ഉണ്ട്. ഓക്കെ, ഹസൻ ഒന്ന് പറഞ്ഞു നോക്ക്. ഉച്ചക്ക് ഉറങ്ങിയിട്ട് വല്ല പ്രേതസ്വപ്നവും കാണും, എന്നിട്ട് രാത്രി ഉറങ്ങാനാണ്. അല്ല, അത് പ്രേതസ്വപ്നം കാണാൻ മാത്രല്ല, ഉറങ്ങാൻ കിട്ടാത്ത പകൽ ഉറങ്ങാനായിരിക്കും. ഡേ ടൈം മൊത്തം കടന്നുറങ്ങി പിന്നെ രാത്രി ഉറക്കം കിട്ടൂല. ഒരു 24 hours 8 hours ആണ് നമുക്ക് ഉറങ്ങാൻ പറ്റുക. ഒരാൾ 10-25 മണിക്കൂർ, 25 ഒരു 15 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഉറങ്ങി വിചാരിക്കുക, അവൻ പിന്നെ രാത്രി കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഉറക്കം കിട്ടൂല. അതൊരു ശരിയാണ്, അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ചിലരുണ്ട് കേട്ടോ, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറാൻ പറ്റുന്ന ചില മനുഷ്യന്മാര്, ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഒരു പകൽ ഉറങ്ങിയാലും രാത്രി പിന്നെ ഉറങ്ങും, പറ്റിയത് പകൽ കിട്ടിയാൽ പിറ്റേന്ന് ഉറങ്ങും അല്ലെ. കുംഭകർണം എന്നൊക്കെ പറയലുണ്ട്. ഓക്കെ, പിന്നെന്താ ഉറങ്ങാൻ പറ്റാതിരിക്കാനുള്ള കാരണം? ഞാന് കിടന്നു കഴിഞ്ഞിട്ട് ഒന്ന് സുഖമായിട്ടൊന്ന് റിലാക്സ് ചെയ്ത് കിടന്ന് കണ്ണടച്ചാ ഓരോന്ന് തലയിൽ കയറി വരും. എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോ ഒന്നും ഉണ്ടാവൂല, നമ്മളൊന്നും കാര്യമായിട്ട് ചിന്തിക്കണ്ട. പക്ഷെ കിടക്കാൻ വേണ്ടിയിട്ടാണ് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോ പ്രേതത്തിന്റെ എന്താണോ അല്ലെ ഫണ്ണി ആണോ അങ്ങനെ ഒന്നും അറിയാം, എന്തെങ്കിലും കയറി വരും. ഒരുപാട് തോട്ട്സ്, ഇങ്ങനെ ചിന്ത പല കാര്യങ്ങൾ, സ്കൂളിൽ നടന്ന കാര്യങ്ങളായിരിക്കും, ഗ്രൗണ്ടിൽ നടന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന കാര്യമായിരിക്കും, അല്ലെ ദേഷ്യം പിടിച്ചതായിരിക്കും, അല്ലെ ബാപ്പ ചീത്ത പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ പാമ്പ് വന്നതാവാം. അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ സമയം ഇങ്ങനെ പോയി ഉറങ്ങാൻ പറ്റാതെ ആവാം. അതൊരു കാരണമാണ്. ഓക്കെ, മെഹ്ഫൂസ്. അനക്ക് എന്താ പറയാ, സൂറത്ത് ഓതാണ്ടെന്നാ ഉറക്കം കിട്ടുക. പഠിച്ചോനെ ആരാണിപ്പത്? സത്യാണോ? വെറുതെ ഒരു ഗെറ്റപ്പിന് പറയാണോ? ഓക്കെ, ചില ബിലീവ്സും അങ്ങനെ ഉണ്ട്, ചില വിശ്വാസങ്ങളുണ്ട്. ഹംദാന്. സാറേ, ഇപ്പൊ ഇന്ന് പരീക്ഷ ഉണ്ടെങ്കിൽ രാത്രി 1 മണി 2 മണിയാവും എണീക്കാന്. അപ്പൊ അങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിന്നെ അടുത്ത ദിവസം ഉറങ്ങുമ്പോ അങ്ങനെ കുറെ നേരം ഉറങ്ങിയാല് പിന്നെ അതിന്റെ പിറ്റേ ദിവസത്തിൽ തീരെ ഉറങ്ങാൻ പറ്റൂല. ഓക്കെ, ഉറക്കം വരാതിരിക്കാനുള്ള കുറെ കാരണങ്ങളുണ്ട്. പെട്ടെന്ന് ഉറങ്ങാനുള്ള ടിപ്സ് ആർക്കെങ്കിലും അറിയോ? പെട്ടെന്ന് ഉറങ്ങാനുള്ള ടിപ്സ്. പറ്റണത്തോളം ഒന്നും ചിന്തിക്കാതിരിക്കുക, എന്നിട്ട് പറ്റണത്ര സൂറത്ത് ഓതിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുക.
റിലാക്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്ന്. ഓക്കെ, നാസിൻ? ഉണ്ടാക്കി കിടക്കുക. ഒളു ഉണ്ടാക്കിയെടുക്കുക വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതിന്റെ പിന്നെ ഒളു ഉണ്ടാക്കാൻ നല്ല മടിയുള്ളവരുണ്ടായില്ല, കൈ പൊക്കിയാൽ മതി. ആരൊക്കെ മടിയുള്ളവര്? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒളു ഉണ്ടാക്കാൻ മടിയുള്ളവര് ജസ്റ്റ് നിങ്ങൾ കാലൊന്ന് കഴുകി നോക്ക്. കാലൊന്ന് കഴുകിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്തു നോക്കേണ്ടി. ഒളു എടുത്താൽ പെട്ടെന്ന് ഉറക്കം കിട്ടും. അത് വലിയ കാര്യമാണ്. നിങ്ങളൊന്ന് ഇന്നൊന്ന് ചെയ്ത് ഒന്ന് ട്രയൽ നോക്ക്. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ഒന്ന് ട്രയൽ നോക്ക്. ഓക്കെ, പെട്ടെന്ന് ഉറങ്ങാൻ പിന്നെന്താ? മുഹമ്മദ് അലി. ബുക്ക് വായിച്ചാൽ മതി. അതെല്ലാവർക്കും പറ്റൂല കേട്ടോ. ബുക്ക് ലൈഫിൽ ബുക്ക് വായിക്കാത്തവർക്ക് ബുക്ക് എടുത്തിട്ട് വായിച്ചാലേ അവന് പറ്റില്ല. അത് ആ ശീലം വന്നവർക്ക് മാത്രമാണ്. പക്ഷെ അതൊക്കെ ശീലാണ്, ഇതൊക്കെ ഹാബിറ്റാണ്. ബുക്ക് വായിക്കാന്നുള്ള ഹാബിറ്റാണ്. ഇഷാന്? മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ടോട്ടൽ കോൺസെൻട്രേഷൻ എടുത്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് ഉറക്കം വരും. അത് ചിലർക്കുണ്ട് അല്ലെ. അതുപോലെ വെള്ളിയാഴ്ച ജുമക്ക് കിടന്നുറങ്ങുന്നവരുണ്ട്. വെള്ളിയാഴ്ച അല്ലെ, അറബി കുത്തുബയാണെങ്കിൽ പിന്നെ നോക്കും വേണ്ട, ഒന്നും തിരിയില്ലല്ലോ. പിന്നെ വേഗം ഉറങ്ങാൻ ഒന്നെങ്കിൽ AC അല്ലെ നല്ല ഫാന് കറങ്ങുന്ന സുഖമായിട്ട് ഒരു പണിയില്ല. പിന്നെ ഉറങ്ങാന്നല്ല വേറെ എന്താ പറയണ, ഒന്നും തിരിയണമില്ല. പിന്നെ മനുഷ്യന്മാരെ ഉറങ്ങാതിരിക്കോ അല്ലെ? ഓക്കെ, അവിടെ ഫാത്തിമ നൗറിൻ. നമുക്ക് ഉറക്കം വരാത്ത ടൈമിൽ എന്തെങ്കിലും എടുത്ത് പഠിക്കാം, അപ്പൊ ഉറക്കം വരും. എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും എടുത്ത് പഠിക്കും. ഓക്കെ, നമുക്ക് ഇനി എന്റെ മെയിൻ പോയിന്റ്സിലേക്ക് വരാം. ഉറക്കമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഉളു എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രിപ്പറേഷൻ, ഉളു എടുക്കുക എന്നുള്ളത് ബിഫോർ സ്ലീപ്പ്. ബിഫോർ സ്ലീപ്പ് എന്തൊക്കെ ഇസ്ലാമികമായ മര്യാദകള്? ഹലോ, ഒന്ന് പറഞ്ഞേ. വുളു, പ്രാർത്ഥന, സൂറത്ത്. പക്ഷെ അത് ബിഫോർ സ്ലീപ്പാണ് അല്ലെ. പ്രാർത്ഥന സൂറത്തിനൊക്കെ മുമ്പ് ഉളു എടുക്കുക. പിന്നെ ഉളു എടുത്ത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ കിടക്കുന്നതിന്റെ മുമ്പ് ബെഡ്ഷീറ്റ് വിരി ഒന്ന് കുടയുന്നത് നല്ലതാണ് എന്നാണ് ഒരു ഹദീസിന്റെ റിവായത്തിൽ. നല്ലതാണ്, ബെസ്റ്റാണ്. കുറെ കാര്യങ്ങളുണ്ട് അതിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഒന്ന് കുടയുക, ഒന്ന് ക്ലീൻ ആക്കുക. കുടയാറിനെ മനസ്സിലായില്ലേ? ഒന്ന് തട്ടുക. കാരണം അതിൽ ചില പൊടികളൊക്കെ ഉണ്ടാവും. അത് അവിടെ പിന്നെ മൂക്കിൽ കയറാതിരിക്കാനൊക്കെ ബെസ്റ്റ് അതാണ്. പില്ലോ കവർ അല്ലെ, നിങ്ങളെ പില്ലോ കവർ ഉണ്ടോ? പില്ലോക്ക് കവർ ഉണ്ടോ? പില്ലോ കവർ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് അത് വാഷ് ചെയ്യണം. ചെയ്യുന്നവരുണ്ടോ? ഒന്ന് സ്മെല് ചെയ്താൽ മതി. പിന്നെ പില്ലോ കവർ ഒന്ന് സ്മെല് ചെയ്താൽ മതി. പിന്നെ നമ്മള് ഉറങ്ങാൻ വേറൊന്നും വേണ്ടി വരില്ല. ബോധം കെട്ടന്നെ ഉറങ്ങാം അല്ലെ. ഓക്കെ, അപ്പൊ പില്ലോ കവർ എന്ത് ചെയ്യുക? വാഷ് ചെയ്യുക. ഇതൊക്കെ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഉറങ്ങുന്നതിന്റെ മുമ്പ് ആരോ പറഞ്ഞില്ലേ ബാത്റൂം പോവാന്നുള്ളത്. ബാത്റൂമിൽ പോവാതെ ഉറങ്ങിയാലുള്ള പ്രശ്നം എന്താ? ഒരുത്തന്നെ ഒരു മടിയനെ വിചാരിച്ചോ, ഒരു മടിച്ചികൾ കൈപൊക്കി അല്ലെ, മടിയൻ. ഒരു മടിയനും മടിച്ചിനും വിചാരിച്ചോ, ബാത്റൂം പോകാൻ മടിയായി. ബാത്റൂം പോകാൻ മുട്ടുന്നുണ്ട്, പക്ഷെ മടി, ഉറക്കം, ക്ഷീണം, ടയർഡായി പോയി ഉറങ്ങി. എന്താ സംഭവിക്കുക? ആർക്കാ പറയാൻ പറ്റുക? നമ്മൾ രാത്രി കടന്നുറങ്ങുമ്പോ അതൊക്കെ സ്വപ്നം കാണും. നമ്മള് ബാത്റൂമൊക്കെ ഇങ്ങനെ നടന്നു പോവുക, എന്നിട്ട് മൂത്തേക്ക, ഒരു ചൂട് ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ എണീറ്റ് നോക്കുമ്പോ ബെഡിലൊക്കെ വെച്ചിട്ട് എന്നിട്ട് പനിടുത്ത് നല്ല തല്ലിട്ടും. നല്ല എക്സ്പീരിയൻസ് എന്നുള്ള വർത്താനം പറയുന്നത് അല്ലെ. സ്വപ്നത്തിലും അങ്ങനെ കാണുകയാണ്. ടോയ്ലറ്റ് ഇങ്ങനെ കാണും, ഇങ്ങനെ ഒഴിച്ചും അല്ലെ. ഒഴിച്ചു കഴിഞ്ഞ് നോക്കുമ്പോണ്ടോ എന്താ ഞാൻ വെള്ളത്തിലേക്ക് കിടക്കണേ. അപ്പോൾ പാരന്റ്സ് വന്നിട്ട് അടിയോടെ അടി അല്ലെ. നീ എന്നെ കഴിക്കോ, നാളെ ഈ ബെഡ് നാളെ നീ എന്നെ പൊക്കി എടുത്ത് ടെറസിന്റെ മേലെ കൊണ്ടിട്ട് ഉണക്കിയിട്ട് കൊണ്ടുപോകുന്നെന്ന് അറിയും. പാരന്റ്സിനെ ഒക്കെ നല്ല സ്മാഷ് ഷോട്ട് അടി കിട്ടുകയും ചെയ്യും. ഓക്കെ, അത് പിന്നെ അത് അത്രയും അന്തമില്ലാത്ത കുട്ടികളാണ് അങ്ങനെ ചെയ്യാം കേട്ടോ. അത്രയും അന്തമില്ലാത്ത ചെറിയ കുട്ടികൾ, ചെറിയ പ്രായമുള്ള കുട്ടികളാണ് ബെഡിലൊക്കെ മൂത്രമൊഴിക്കുക. അല്ലാത്തവർക്ക് എന്താ സംഭവിക്കുക? ഹംദാന്. മിനിറ്റിന് ഉറങ്ങുമ്പോ പെട്ടെന്ന് ഉറക്കത്തിൽ നീച്ചിട്ട് പിന്നെ മിനിറ്റിന് എപ്പോഴും ബാത്റൂം പോകേണ്ടി വരും. അല്ല, ബാത്റൂം പോവല്ല, ബാത്റൂം പോകാൻ കഴിയില്ലല്ലോ. കാരണം നമ്മൾ ഉറങ്ങാണ്, ബോഡി നല്ല ടയേർഡാണ്. ഓനക്കാണ് ബാത്റൂം പോകാൻ കഴിയില്ല, ഓൻ എണീക്കൂല, ഉറക്കായിട്ട് ശരിയാവില്ല. അപ്പൊ ഇവൻ എന്താ ചെയ്യാന്നറിയോ? ആദ്യം വലത്തോട്ട് തിരിഞ്ഞെടുക്കും, പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞെടുക്കും, പിന്നെ തിരിഞ്ഞെടുക്കും, മറിഞ്ഞെടുക്കും. ഇവന് ഉറക്കം എന്ന് പറഞ്ഞാൽ ഇവൻ രാവിലെ എണീറ്റ് എങ്ങനെ ഉണ്ടാവും അറിയോ? 1 കിലോ ഒരു വെയിറ്റ് എടുത്ത് തലയെ വെച്ചാൽ ഉറക്കം ഇങ്ങനെ നോക്കണ്ടോ രാവിലെ എന്ന് വെച്ചാൽ അവന് ഈ 8 മണിക്കൂർ അല്ലെ അവൾ ഈ 8 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയ പോലെ കിടന്നു എന്ന് മാത്രം, അവന്റെ ഉറക്കം ശരിയായിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ബാത്റൂമിൽ പോയ ശേഷം മാത്രമേ എന്ത് ചെയ്യുക,
ഉറങ്ങാൻ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഗോട്ട് ഇറ്റ്? അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ചെയ്യാ? അങ്ങനെ ചെയ്യുന്നവര് ഉറങ്ങാം. നിങ്ങൾ വിചാരിക്കുക ഞാൻ ഇപ്പൊ പോയല്ലുള്ളൂ, ഞാൻ ഇപ്പൊ പോയില്ല, ഇഷ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഞാൻ ബാത്റൂം പോയില്ല, ഇനിയിപ്പോ എന്തിനാ പോണത്, അങ്ങനെ വിചാരിക്കരുത്. ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ജസ്റ്റ് പോവുക, ഒന്നു എടുക്കുക. അപ്പൊ ഒന്നു എടുക്കുമ്പോ തന്നെ വെള്ളം കയ്യിലാകുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കണ്ണ് തുറക്കുക ഒന്നും പറയണ്ട. രാവിലെ എണീറ്റ് ആദ്യം എന്താ ചെയ്യേണ്ടത്? കണ്ണ് തുറക്കുക, അങ്ങനെയൊന്നും പറയണ്ട. കണ്ണ് തുറന്ന് ദുആ ചൊല്ലി നമ്മൾ എണീറ്റ് എന്നിട്ട് ഫസ്റ്റ് വാഷ്റൂം പോയിട്ട് ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യുക? ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നശ്വ. പല്ല് തേക്ക. നോ. വാഷ്റൂമിൽ നശ്വ ചെയ്യുന്നതാണ്. നശ്വ ഇപ്പൊ ഡെയിലി ചെയ്യുന്നതാണ്. ടോയ്ലറ്റിന്റെ ഡോർ ഇങ്ങനെ തുറക്കുന്നു, ബ്രഷ് ഇങ്ങനെ എടുക്കുന്നു. ചില നല്ല കുട്ടികളാണെങ്കിൽ ബ്രഷ് ഒന്ന് കഴുകും, അല്ലാത്തവരാണ് അച്ഛയിൽ ആ എടുത്തിട്ട് നേരെ അങ്ങ് തേക്കും, പേസ്റ്റ് ഇട്ടിട്ട് അല്ലെ. ബ്രഷ് എടുക്കുന്നിട്ട് പേസ്റ്റ് ഇങ്ങനെ വള 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 എന്നിട്ട് അത് കള. ഇതാണ് നിങ്ങൾ ചെയ്യാ അല്ലെ, നോർമൽ ചെയ്യുന്ന കാര്യം അല്ലെ. എന്താ ചെയ്യണ്ടേ ജഹാൻ? കൈ സോപ്പിട്ട് കഴിക്കുക. സോപ്പിട്ടാ നല്ലത്. കൈ കഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ബാക്ടീരിയാസ് നമ്മൾ രാവിലെ വരെ ചൊറിയുണ്ടാവും, ഈ രാത്രി ഉറക്കത്തിൽ മാന്തും, തലയിലൊക്കെ മാന്തും, ഫുള്ള് മാന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഈ നഖത്തിന്റെ ഉള്ളിലും കൈമിലും ഒക്കെ പല ബാക്ടീരിയാസും ഉണ്ടാവും. അപ്പൊ രാവിലെ എണീറ്റ പാടെ ചിലർ കണ്ണ് ഇങ്ങനെ കൈ കൊണ്ട് എന്ത് ചെയ്യും? തുടക്കും. കണ്ണ് തുടച്ചാൽ എന്താ പ്രശ്നം? കയ്യിലെ ബാക്ടീരിയാസ് കണ്ണിൽ കയറും, കണ്ണ് ചുമക്ക്. രാവിലെ എണീക്കുമ്പോൾ തന്നെ കണ്ണാകെ ചുമന്ന് കിടക്കുന്ന കാണില്ലേ? ഇതിന് ഒരു കാരണം അതാണ്. മൂക്കിൽ കൈയുടെ ഇതൊന്നും പാടില്ല. ആദ്യം പോയിട്ട് നന്നായി കൈ വാഷ് ചെയ്യുക എന്നുള്ളത്. ഒരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ കുറെ കാര്യങ്ങളുണ്ട്. ടോയ്ലറ്റ് പോകാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കാര്യങ്ങൾ സ്മൂത്ത് ആവാനും ഒക്കെ നല്ലതാണ്. അപ്പൊ രാവിലെ നാളെ മുതൽ ഇത് സുന്നത്തായിട്ട് തന്നെ കരുതുക. എണീറ്റിട്ട് നാളെ മുതൽ കഞ്ഞി മരിക്കണവരെ രാവിലെ എണീറ്റ് ഉടനെ വായന്നല്ല ബെഡിൽ നിന്ന് എണീറ്റ് നേരെ വാഷ്റൂം പോയിട്ട് ശരിയാണ്, ഞാൻ ആദ്യം ചെയ്യേണ്ടത് ബ്രഷ് എടുക്കല്ല, നേരെ കൈ കഴുകുക. അപ്പോഴാണ് അല്ലെ? അവിടെ സാലിഫ് എന്താ പറയുന്നത്? നമ്മള് കിടക്കുന്നതിന് മുമ്പ് ബാത്റൂമിൽ പോകണം. പോണോ എന്നാണോ ക്വസ്റ്റ്യൻ? പോകാറുണ്ട് എന്നാണോ? പോണ്ടതില്ലേ എന്നാണ്? എന്താ ചോദിക്കുന്നത്? പോണം. പോണം. അതന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അതായത് നിങ്ങൾ അതിന് മുമ്പൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്നുകൂടെ വാഷ്റൂം പോകണം കേട്ടോ. എന്നിട്ട് പിന്നെ ഉളു എടുക്കണം. ടോയ്ലറ്റിൽ പോകും വേണം, ഉളു എടുക്കും വേണം. ഒക്കെ കഴിഞ്ഞിട്ടാ ഉളു എടുക്കണ്ട കേട്ടോ. ഓക്കെ, ഹംദാൻ എന്താ പറഞ്ഞേ? സാറിക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ്. ഒന്ന് ഇപ്പല്ലേ നമുക്ക് നോമ്പുണ്ട്, എന്നിട്ടില്ല സ്കൂളിൽ പോകുമ്പോ അവിടെ കുറച്ച് ആൾക്കാർ വെറുതെ വെറുപ്പിക്കും. അപ്പൊ കുറെ നേരം വെറുപ്പിക്കുന്നുണ്ട്. വെറുപ്പിക്കലെന്ന് പറഞ്ഞാലും വെറുപ്പിച്ചിട്ട് ലാസ്റ്റ് അപ്പൊ ഒന്ന് കൊടുക്കാൻ പറ്റും. അല്ലടാ, നമ്മളിപ്പോ ഇവിടെ വേറെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന്റെ വേറെ ടോപ്പിക്കിലേക്ക് പോയത് എങ്ങനെ? ഞാൻ നിങ്ങൾക്ക് ജനറൽ ക്വസ്റ്റ്യൻ എന്താണ് ആ ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചത്. ഞാനിപ്പോ അതിന്റെ ആൻസർ പറയാൻ പോയല്ലേ. നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ടോപ്പിക് ഇതിൽ നമ്മൾ ഡിവേറ്റ് ചെയ്ത് പോകും കേട്ടോ. ഇപ്പൊ ഞങ്ങൾക്ക് ടൈം തരാം, നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. ടൈം തരാം. പറ സാറേ, ഇപ്പൊ നമ്മള് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങണതിന് വല്ല കുഴപ്പമുണ്ടോ? സുബഹി നിസ്കാരം അതും അഡീഷൻ ക്വസ്റ്റ്യൻ. ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഇന്ന് മുതൽ നിങ്ങൾ ഉറങ്ങേണ്ടത് ഇങ്ങനെ ആവണം കേട്ടോ. ഇങ്ങനെയാണോ ഉറങ്ങേണ്ടത്? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഷ്റൂമിൽ പോവുക, എന്നിട്ട് വുളു എടുക്കുക. വുളു എടുത്ത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നമ്മൾ കിടക്കൂലേ, അതിന് മുമ്പ് പാരന്റ്സിനോടൊന്ന് സലാം പറയാം. പറയുന്നവരാരൊക്കെ കൈവോക്കെ? പാരന്റ്സിനോട് സലാം പറയാം. പാരന്റ്സ് മീൻസ് സിബ്ലിങ്സിനോടൊക്കെ സലാം പറയാം. വേറെ റൂമിലാണോ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാം കേട്ടോ. നിങ്ങൾ അങ്ങനെ പറയല്ലേ? ഞാൻ ഉറങ്ങാൻ പോകട്ടെ ഉമ്മ, അത് പറയുന്നവര് കൈവോക്ക്. ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറയുന്നവര് അവര് അതിന്റെ കൂടെ അസ്സലാമു അലൈക്കും അത് വേണേ കൈ കൊടുത്തിട്ട് സലാം പറയാ അല്ലെ? അത് പറയാം. എന്നിട്ട് ഉറങ്ങാൻ കിടക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോ നോർമലി നിങ്ങൾ ഏത് ഡ്രസ് ഇട്ടാ ഉറങ്ങാ? ചില കുട്ടികളുണ്ട് സ്കൂളിൽ പോവും, സ്കൂൾ വിട്ട് വരും, യൂണിഫോം ഇട്ട് കളിക്കാൻ പോകും ഗ്രൗണ്ടില്, യൂണിഫോം മാറാതെ. എന്നിട്ട് കളിച്ച വിയർത്ത് തന്നെ നേരെ പള്ളിയിൽ പോകും. നിസ്കരിച്ചിട്ട് വന്നിട്ട് അതേ യൂണിഫോമിൽ കുട്ടി ഹോംവർക്ക് തുടങ്ങും. മൂപ്പര് ഹോംവർക്ക് കഴിഞ്ഞിട്ട് TV കാണാനിരിക്കും അതേ യൂണിഫോമിൽ. എന്നിട്ട് അതേ യൂണിഫോമിൽ ഭക്ഷണം കഴിക്കാനിരിക്കും. അതേ യൂണിഫോമിൽ പോയിട്ട് കിടന്നുറങ്ങും. നാളെ കുളിക്കുമ്പോഴാണ് പിന്നെ എന്ത് മാറ്റുള്ളൂ. കുളിക്കണവനാണെങ്കിൽ ഞാൻ പജാമാസ് ഇട്ടിട്ട് കിടന്നുറങ്ങും. എന്താണ് പജാമാസ്? പൈജാമ. പിന്നെ നല്ല
ഏറ്റവും ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കിടക്കുക. ജീൻസ് പാന്റ് ഇട്ട് ഉറങ്ങുന്ന ബോയ്സ് കൈപോക്ക്. ജീൻസ് പാന്റ് ഉണ്ടോ? അലി എങ്ങനെയാ? ചില സമയത്ത് ചിലപ്പോ അറിയാൻ നിർത്തിക്കാളാ കേട്ടോ. അതാ അലി വിചാരിക്കുക അലി ഉറങ്ങുന്നുണ്ട്, അലി ഉറങ്ങൂല കേട്ടോ. ടൈറ്റുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഉറങ്ങരുത്. അപ്പൊ ഏറ്റവും ലൂസുള്ള ഡ്രസ്സ് ഇട്ട് ഉറങ്ങുക. ഒരു കാര്യം വിട്ടുപോയി, കിടക്കുന്നതിന്റെ മുമ്പ് കുറച്ച് വെള്ളം കുടിക്കാം. ബെഡ് മൂത്രം വയ്ക്കുന്നവരല്ല, അല്ലാത്തവര് കേട്ടോ. അല്ലാത്തവര് നന്നായിട്ട് വെള്ളം കുടിക്കുക, അത് നല്ലതാണ്. കാരണം രാത്രി ഒരു പക്ഷേ വിയർത്ത് ദാഹിച്ച് ഉറക്കം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെ എണീച്ച് കഴിഞ്ഞാല് നമ്മൾ പല്ല് തേക്കൂലേ? ഇപ്പൊ നമുക്ക് നോമ്പല്ലേ, അപ്പൊ ഈ പല്ല് തേക്കുമ്പോ ഈ പേസ്റ്റ് വായിൽ പോകുന്നത് അപ്പൊ നോമ്പ് കുറയോ? പേസ്റ്റ് ഉപയോഗിക്കണ്ട. പേസ്റ്റ് ഉപയോഗിക്കാണ്ട് തേക്ക് പറ്റില്ലല്ലോ. ഞാനൊരു 17 ഇയേഴ്സ് ഒക്കെ ആയി. പ്ലസ് ടു കഴിഞ്ഞ മുതലേ പേസ്റ്റ് നിർത്തിയ ആളാണ്. പേസ്റ്റ് ഉപയോഗിക്കാറില്ല. എന്റെ കാര്യം പറയാട്ടോ, ഒരു കഴിവും പല്ലിനില്ല, നല്ല നീറ്റാണ്, നന്നായി തേക്കണമെന്നേ ഉള്ളൂ. പേസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കാതെ നിന്നാൽ, വിത്തിൻ 1 month നിങ്ങൾ ഉപയോഗിക്കാതെ നിന്നാല് പിന്നെ നല്ലോണം ബ്രഷ് ചെയ്യണം കേട്ടോ. മടിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. ഞാൻ പറയാ, നന്നായിട്ട് നിങ്ങൾ പിന്നെ ബ്രഷ് ചെയ്യണം. ചെയ്യേണ്ട പോലെ. എങ്ങനെയൊക്കെ ബ്രഷ് ചെയ്യേണ്ടത് അറിയുന്നവർ ചെയ്തേ. ബ്രഷ് എങ്ങനെ മാത്രമാണോ ചെയ്യാ? ഇങ്ങനെ മാത്രമാണോ? ഇങ്ങനെ ചെയ്യും. മേലോട്ട് താഴോട്ട് ഇടയിൽ എല്ലാം പോണം അല്ലെ? എല്ലാം ക്ലിയർ ചെയ്ത് നന്നായി ബ്രഷ് ചെയ്യാൻ അറിയുന്നവര്, അതൊക്കെ ചിലർക്ക് അറിയുന്നവര് പേസ്റ്റിന്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ പേസ്റ്റ് ഉപയോഗിക്കാൻ നിന്നാല് നിങ്ങളുടെ മുഴുവൻ ഫുഡ് ഐറ്റത്തിന്റെയും ടേസ്റ്റ് ഡബിൾ ആവും. നല്ല ടേസ്റ്റ് ആവും. രാവിലെ ദോശ, പത്തിരി, പുട്ട്, ഇതൊക്കെ നല്ല ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ബ്രഷ് ചെയ്യാതെ നിങ്ങൾ ഫുഡ് കഴിച്ചാൽ. മറ്റേ നിങ്ങൾ ബ്രഷ് ചെയ്യുന്നതോടുകൂടി ടേസ്റ്റ് മൊത്തം പോയി. പിന്നെ തിന്നൊക്കെ ഒരു ചവറ് തിന്നുന്ന പോലെ ഉണ്ടാവും. ചൂയിങ്ക ചവച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് ആ ടേസ്റ്റ് ആയിട്ടാവില്ല. അതിൽ ടേസ്റ്റ് ഒന്നും കിട്ടൂല. അപ്പൊ രുചി പ്രധാനപ്പെട്ട സംഗതിയാണ് കേട്ടോ. ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. അതും ഖുറാനിൽ ദീനുള്ള കാര്യം എന്നല്ല, അതൊരു ജനറൽ ട്രിപ്പ് പറഞ്ഞതാണ്. പിന്നെ ഇസ്ലാമികമായിട്ട് പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന ബ്രഷ് അല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു മരക്കഷ്ണങ്ങൾ കണ്ടിട്ടില്ലേ? അറ്റങ്ങനെ ബ്രഷ് പോലെ ഉണ്ടാവും, ഇങ്ങനെ അറാക്ക് അല്ലെ? ഇങ്ങനെ ഇട്ടിട്ട് മിസ്വാക്ക്. ഓക്കെ, എൻഡ് ചെയ്യാം നമുക്ക്. നമ്മുടെ ഹംദാൻ എവിടെ? ഹംദാൻ, അവൻ ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ പറയാന് ഓനെ കാണണ്ടേ? അവൻ പോയി. അപ്പൊ അവന്റെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി. നമുക്ക് എൻഡ് ചെയ്യാം. മഹ്ഫൂസ്, ഈ എന്താ പറയാ, മിസ്വാക്ക് യൂസ് ചെയ്താല് ഗുണമുണ്ട്? ഒരുപാട് പല്ലിന്റെ ഗുണങ്ങളുണ്ട്. ഏറ്റവും വലിയ ഗുണം ബാപ്പക്കാണ്. പേസ്റ്റിന്റെ ബ്രഷിന്റെ പൈസ ലാഭമാണ് അല്ലെ? അല്ലേ? ഓക്കെ. അവിടെ പിന്നെ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നത് നല്ലതല്ല കേട്ടോ. ഫിസിക്കലി നല്ലതല്ല കേട്ടോ. മൂക്കൊക്കെ ഇങ്ങനെ ചപ്പിച്ച് അങ്ങനെ കിടക്കുന്നത് നല്ലതല്ല. മറ്റേ കഴുത്തൊക്കെ രാവിലെ പെടലി കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവും. രാവിലെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. ഇഷാന് കേട്ടോ. ഒരു ഭാഗത്ത് നോക്കി ഇങ്ങനെ നിൽക്കേണ്ടി വരും ക്ലാസ്സിലൊക്കെ പോയിരുന്നിട്ട് അല്ലെ? ഇങ്ങോട്ട് നോക്കാൻ കഴിയില്ല. അങ്ങോട്ട് നോക്കണേ നമ്മുടെ ബോഡി മൊത്തം ഇങ്ങനെ തിരിയേണ്ടി വരും അല്ലെ? അങ്ങനെ ഇവിടെ ഉളുക്കിപ്പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കാം. പില്ലോ യൂസ് ചെയ്യാത്തവരുണ്ടോ ഇതില്? പില്ലോ യൂസ് ചെയ്യാത്തവര്? നല്ലതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ചിലർക്ക് അത് കംഫർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. യൂസ് ചെയ്യാതിരിക്കും ചെയ്യുക, അതിലൊന്നും തെറ്റൊന്നുമില്ല. അതൊക്കെ നോർമലായ കാര്യങ്ങളാണ്. ഓക്കെ, ശരി. ഏതായാലും കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് നാളെ ഇതിന്റെ കുറച്ചുകൂടി ബാക്കി പറയാം. ഏറ്റവും നല്ല ഉറക്കം കിട്ടാൻ പിന്നെ പറഞ്ഞ പോലെ നന്നായിട്ട് ഉളു കൊടുത്ത് നന്നായി ബാത്റൂമിലൊക്കെ പോയി ദുആ ചെയ്ത് സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഉറങ്ങുക. നല്ല ഉറങ്ങുന്ന ആളുകൾ, നല്ല ഉറക്കം കിട്ടുന്ന സ്മൂത്ത് ആയിട്ട് ഉറങ്ങുന്ന കുട്ടിക്ക് നല്ല ബുദ്ധിയായിരിക്കും, നല്ല ബ്രൈറ്റ് ആയിരിക്കും. അവര് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും. നന്നായിട്ട് ഉറങ്ങാത്തവന് മൊത്തം അവന്റെ കാര്യങ്ങൾ വീക്കായിരിക്കും. ഓനൊരു അന്തംഗമ്മിയായിട്ട് ഇങ്ങനെ നടക്കും. അന്തംഗമ്മി പറഞ്ഞാൽ മനസ്സിലാവോ? കാര്യങ്ങളൊന്നും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ആകെ ഒരു കിക്കായ പോലെ ഉണ്ടാവും ഉറക്കം ശരിയാവാൻ. ഞാൻ മാത്രമല്ല, ശരിക്കും 2 ദിവസം ഉറങ്ങി. ഞാനിപ്പോ ഇന്നലെ അനുഭവിച്ച ഇന്നലെ മെനയാന്ന് രാത്രി ദുബായ് പോകാൻ വേണ്ടി അങ്ങനത്തെ രാത്രി ഫ്ലൈറ്റിന് ഉറങ്ങിയില്ല. പിന്നെ ഇന്നലെ രാത്രിയും ലേറ്റ് ആവും. 2 ദിവസം രാത്രി ഉറക്കം കഴിഞ്ഞപ്പോത്തിന് ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ ഒരു കിക്കായ പോലെ. ഇന്ന് ഡേ ടൈമാണ് നന്നായിട്ട് ഉറങ്ങിയത്. അപ്പോ ഇന്നലെ രാത്രിയും ശ്രദ്ധിക്കുക, ഉറക്കം പ്രധാനപ്പെട്ടതാണ്. വജഅൽന ലൈല ലിബാസ വജഅൽന നഹാറ മആശ അല്ലെ? ലൈലിന് നമുക്ക് ഉറങ്ങാനും കൂടി ഉള്ളത് തന്നെയാണ് മറയാക്കി അള്ളാഹ് തന്നത്. അതും ഒരു നിഅമത്താണ്. ഉറക്കം
അള്ളാഹുവെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ വേണം നമ്മൾ ഉറങ്ങാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുമ്മ ربنا تقبل منا يا رب العالمين. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.